നമസ്കാരം. രാജസ്ഥാനിലെ അൽവാർ സ്വദേശികളായ നവദമ്പതികളെ ഉത്തർപ്രദേശിലെ ബിജ്നോറിലുള്ള വനത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 6 മാസം മുൻപ് വിവാഹിതരായ സത്വീന്ദർ സിംഗ്, 3 മാസം ഗർഭിണിയായിരുന്ന ഭാര്യ അമൻദീപ് കൗർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ജൂലൈ 17 കണ്ടെത്തിയത്. ഇത് ആത്മഹത്യയല്ലെന്നും ക്രൂരമായ മർദ്ദനത്തിനും കൂട്ടബലാത്സംഗത്തിനും ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തിയതാണെന്നും ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയതോടെ സംഭവം കനത്ത ദുരൂഹതയായി മാറിയിരിക്കുകയാണ്. ബിജ്നോർ സ്വദേശിയായ അമൻദീപ് കഴിഞ്ഞ 2 ആഴ്ചയായി സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ജൂലൈ 15-നാണ് ഭർത്താവ് സത്വീന്ദർ ഭാര്യയെ തിരികെ കൊണ്ടുപോകാനായി ഇവിടെ എത്തിയത്. തൊട്ടടുത്ത ദിവസം മൊബൈൽ ഫോൺ നന്നാക്കാനായി ഇരുവരും ബൈക്കിൽ കോട്ട്ദ്വാറിലേക്ക് പോയെങ്കിലും വൈകുന്നേരമായിട്ടും തിരിച്ചെത്തിയില്ല. ഫോണുകൾ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് ആശങ്കയിലായ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ജൂലൈ 17-ന് പ്രേംനഗറിന് സമീപം റോഡരികിൽ ചാവി ഊരാത്ത നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട ബൈക്കും സ്ത്രീയുടെ ബാഗും നാട്ടുകാർ കണ്ടെത്തുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. നാട്ടുകാരുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനത്തിനുള്ളിൽ പോലീസ് നടത്തിയ വിപുലമായ തിരച്ചിലാണ് പുലർച്ചെ 1 മണിയോടെ ഇരുവരുടെയും മൃതദേഹങ്ങൾ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സത്വീന്ദറിന്റെ മൃതദേഹം ഭാര്യയുടെ ദുപ്പട്ടയിലും അമൻദീപിന്റെ മൃതദേഹം ഭർത്താവിന്റെ തലപ്പാവിലുമാണ് തൂങ്ങിയിരുന്നത്. എന്നാൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സാഹചര്യം വ്യക്തമായ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മൃതദേഹങ്ങൾ മരത്തിൽ തൂങ്ങി നിന്നിരുന്നെങ്കിലും ഇരുവരുടെയും കാലുകൾ നിലത്ത് മുട്ടുകുത്തിയ നിലയിലായിരുന്നുവെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രവുമല്ല, മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കിയ മരച്ചില്ല വളരെ ചെറുതും താഴ്ന്നതുമായതിനാൽ അവിടെ ഒരു ആത്മഹത്യ ഒട്ടും സാധ്യവുമല്ല. അമൻദീപിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ പാടുകളുണ്ടെന്നും അവർ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. സത്വീന്ദറിന്റെ ശരീരത്തിലും ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ അടയാളങ്ങളുണ്ട്. ദമ്പതികളുടെ പണമോ സ്വർണ്ണാഭരണങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ലാത്തതിനാൽ കവർച്ചാ സംഘമല്ല ഇതിന് പിന്നിലെന്നും മൊബൈൽ ഫോണുകൾ തകർത്ത നിലയിലാണെന്നും കുടുംബം പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നൌഗാവിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചപ്പോൾ നാട്ടുകാരും കുടുംബവും ചേർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചിരുന്നു. പോലീസ് കൃത്യമായ നിയമ നടപടികൾ ഉറപ്പു നൽകിയെങ്കിലും രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കാലതാമസം ഒഴിവാക്കാൻ കുടുംബം മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും സംസ്കരിക്കുകയും ചെയ്തു. ദാരുണമായ ഇരട്ടക്കൊലപാതകത്തിന് പിന്നിലെ പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് തുടക്കത്തിൽ തന്നെ അതിക്രൂരമായ ഒരു യുവദമ്പതികളുടെ ജീവൻ കവർച്ച ചെയ്യപ്പെടുന്നത് നടുക്കത്തോടെയാണ് ഉത്തർപ്രദേശും രാജസ്ഥാനും കേട്ടറിയുന്നത്. കവർച്ചയല്ല ലക്ഷ്യമെന്നിരിക്കെ വിജനമായ വനപ്രദേശത്തെ വെച്ച് ഇവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരതയും ഭീകരതയും എത്രത്തോളമാണെന്ന് മൃതദേഹങ്ങളുടെ പരിക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്തിയ രീതിയും ബന്ധുക്കൾ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ കേവലം ആത്മഹത്യ എന്ന വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയാവുന്നതാണ്. കേസിൽ യാതൊരുവിധ അനാസ്ഥയും കാട്ടാതെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും പൈശാചിക കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാനും പോലീസിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരവും ശക്തവുമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഇവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്.